ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ബാങ്ക് ഹോളിഡേ, പബ്ലിക് ഹോളിഡേ ആണ് ഇവിടെ. അപ്പം ഞങ്ങൾ ഇന്ന് നേരെ യാങ്കിലിയിലെ മാതാവിൻ്റെ പള്ളിയിലേക്ക് ഇന്ന് പോയി. അവിടെ നിന്ന് നേരെ നമ്മൾ പോകുന്ന സ്ഥലത്തിൻ്റെ പേരെന്താ? വിക്ടർ ഹാർബർ. അതെ, നമ്മൾ വിക്ടർ ഹാർബറിലോട്ട് പോകാം കേട്ടോ. ആദ്യമായിട്ട് പോണതാണ് അവിടേക്ക്. ഇവിടെ നിന്ന് ഒരു അരമണിക്കൂർ, എന്താ സമയമാടാ കാണിച്ചേ? 30 മിനിറ്റ് ആണോ? 29 മിനിറ്റും കൂടിയും ഇവിടുന്ന് ട്രാവൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിക്ടർ ഹാർബറിലെ കാഴ്ചകളൊക്കെ കേട്ടോ. അവിടെ അതൊരു ഐലൻഡാണ്. അവിടെ എന്തൊക്കെയാണ് സംഭവങ്ങൾ ഉള്ളതെന്ന് അറിയില്ല. അവിടെ ചെന്നിട്ട് നമുക്ക് ബാക്കി കാഴ്ചകളും പോണ വഴിയിലുള്ള കാഴ്ചകളൊക്കെ കാണാം. അപ്പോൾ ഞങ്ങൾ ഇന്ന് എല്ലാവരും ഉണ്ട്. അപ്പു, പൊന്നു, മനുമോള് എല്ലാവരും ഉണ്ട്. അപ്പോൾ പള്ളിയിലൊക്കെ ഇറങ്ങി മാതാവിൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിച്ച് അങ്ങനെയാണ് ഞങ്ങളിത് യാത്ര സ്റ്റാർട്ട് ചെയ്തേക്കണേ കേട്ടോ. എനിക്ക് തോന്നുന്നു നമ്മുടെ ഗ്രാമം പോലത്തെ വഴികളാണെന്ന് തോന്നുന്നു അല്ലേ? കണ്ടിട്ട് അങ്ങനെ തോന്നുന്നു. ഗ്രാമത്തിൽ കൂടെ ഉള്ളൊരു NSW പോലെ തന്നെ ഇങ്ങനെ കാടും അതേപോലെ ഉള്ളൊരു സെറ്റപ്പാന്ന് തോന്നുന്നു കണ്ടിട്ട്. വലിയ തിരക്കൊന്നുമില്ല. പക്ഷെ ഇന്ന് അവധി ആയതുകൊണ്ട് ഒത്തിരി ആൾക്കാർ കാണും അവിടെ. ഇതേ ആംബുലൻസ് ഒക്കെ വരുന്നുണ്ടല്ലോ. അപ്പം ഇനി എന്തായാലും നമുക്ക് വഴിയിലൂടെയുള്ള കാഴ്ചകളൊക്കെ കണ്ടങ്ങനെ. അതേ മറ്റേ പൈൻ മരങ്ങളാണോ അത് അല്ലേ? കാറ്റാടി ആണെന്ന് തോന്നുന്നു, അറിയില്ല. മൊത്തം ഇവിടെ ഈ ഫാമുകളാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. കണ്ടിട്ട് കണ്ടോ, ഈ റൈറ്റ് സൈഡിൽ നോക്കി ഒരു വീട് ഫാം പോലെ തന്നെ ഉള്ള സെറ്റപ്പാണത്. നല്ല രസമാട്ടോ, നല്ല പച്ചപ്പാണ്. ഇപ്പം തണുപ്പ് തുടങ്ങിയെങ്കിലും ഇലകളൊക്കെ പഴുത്തു തന്നെ ഉള്ളൂ. പഴുത്ത് കൊഴിയേണ്ട സമയം ആയി തുടങ്ങണുള്ളൂ. ഈ മരങ്ങളുടെ ഇലയൊന്നും പോകത്തില്ല. ഇതൊക്കെ യൂക്കാലിയാണ്. ഇതൊന്നും പോവില്ല. ഇതൊക്കെ ഇങ്ങനെ തന്നെ നിൽക്കും. കൃഷിക്ക് വേണ്ടിയിട്ട് എല്ലാം റെഡിയാക്കിയിട്ടാണ് തോന്നുന്നത് അല്ലേ? അത് ഒക്കെ ഇങ്ങനെ ഉഴുത് മറിച്ച് റെഡിയാക്കിയിട്ടേക്കുക സ്ഥലമൊക്കെ കേട്ടോ. റൈറ്റ് സൈഡിൽ നല്ല രസമല്ലേ, പച്ച പുല്ലൊക്കെ ആയിട്ട്. ഇത് നമ്മളൊരു മലയുടെ മുകളിൽ എത്തിയെന്ന് തോന്നാം അല്ലേ? ഇവിടെ വില കുറവായിരിക്കുള്ളൂ സ്ഥലത്തിന്. പിന്നെ ഇത്തിരി ഉള്ളിലോട്ട് കയറിയിട്ടല്ലേ. പക്ഷെ നല്ല രസമല്ലേ, നല്ല പച്ചപ്പും. ഇവിടെയൊക്കെ നല്ല തണുപ്പും ഉണ്ടാവും. ക്ലൈമറ്റും നല്ല രസമായിരിക്കും. ഇന്ന് മഴയില്ല. അത് ഞങ്ങൾ നോക്കിയായിരുന്നു. അത് അപ്പോൾ ഞാനും പറഞ്ഞിട്ട് അപ്പോൾ നോക്കിയായിരുന്നു അത് മഴയുണ്ടെന്നുണ്ടെങ്കിൽ വിക്ടർ ഹാർബറിൽ പോയി അവിടെ നമുക്ക് നടന്ന് കാണാനുള്ളതായിട്ടാണ് എൻ്റെ ഒരു അറിവ്. നടന്നു പോകണം. പിന്നെ കുതിരവണ്ടിയുടെ പരിപാടിയുണ്ട് അവിടെ. താഴെ നോക്കി നല്ല പച്ചപ്പ് പിടിച്ചല്ലേ. നമ്മൾ പോയിട്ടിരിക്കുന്നത് ഇവിടെ ഒരു ചെറിയൊരു ഇത് വന്നു കേട്ടോ. കുറച്ച് വീടുകളും പിന്നെ എന്തോ ഒരു ഹാളോ എന്തോ കടകളൊക്കെ ആയിട്ട് വർക്ക്ഷോപ്പുകളൊക്കെ ആയിട്ട് ചെറിയൊരു സ്ഥലം, മെമ്മോറിയൽ ഹാൾ. എന്നിട്ട് ഈ സ്ഥലത്തിൻ്റെ പേര് വായിക്കാൻ പറ്റില്ല. ഇൻമാനല്ല, INM വരെ കണ്ടു, പിന്നെ കാണാൻ പറ്റില്ല. ഇൻമാൻ എന്നാണോ അല്ലേ? അറിയില്ല സ്ഥലത്തിൻ്റെ പേര്. കുറച്ച് വീടുകൾ, വണ്ടികൾ അല്ല കിടക്കണ പഴയ വണ്ടികളൊക്കെ. ഇതും നല്ല ശാന്തം, സമാധാനം അല്ലേ? പീസ്ഫുൾ. അവിടെ ഒരു ലേക്കൊക്കെ ഉണ്ട്. പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലം. ഇതിപ്പം ഇവിടെ ഈ വിൻ്റർ തുടങ്ങിയേക്കുന്നത് കൊണ്ട് മൊത്തത്തിൽ ക്ലൈമറ്റ് വെയിൽ വരും, പിന്നെയും ക്ലൗഡി ആവും. അങ്ങനെയുള്ളൊരു ക്ലൈമറ്റ് ആയതുകൊണ്ടാണ് ഇപ്പോൾ ഒരു ഇരുട്ട് പോലെ തോന്നണേ കേട്ടോ. നമ്മുടെ വിക്ടർ ഹാർബർ ടൗണിലേക്ക് എത്തിയിട്ടോ. വീടുകളൊക്കെ കണ്ടു തുടങ്ങി. അങ്ങനെ അങ്ങ് നോക്കി അത് ഫുള്ള് കടലാട്ടോ. ബാക്ക് വശം ഇതൊക്കെ മറ്റേ ഹോളിഡേ ഹോംസുകളാണ് എല്ലാം. റിംഗ് റൂട്ട് വിക്ടർ ഹാർബർ നേരെ സെക്കൻഡ് എക്സിറ്റിലേക്കാണ്. നമുക്ക് ഉച്ചയ്ക്ക് പോകുമ്പോൾ എത്തണ സമയത്തുള്ള ഇതിൽ അതേപോലെയുണ്ട്. ഇതാണ് ഇവിടുത്തെ വിക്ടർ ഹാർബർ കോർട്ട്, പോലീസ് സ്റ്റേഷൻ. ഇനി അങ്ങോട്ട് കടലാണ്. ഒരു ഐലൻഡാണെന്നല്ലോ കേട്ടേക്കണത്. ഇവിടെ എന്തൊക്കെയോ പാർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരവൻ പാർക്ക്.
ഇവിടെയല്ലല്ലോ 200 മീറ്ററിൽ. ചൂണ്ടൊക്കെ ആയിട്ട് ഇഷ്ടം ഹുഡി ഇടേണ്ടി വരും. ഇവിടെ തണുപ്പുണ്ട് തോന്നുന്നു. ആൾക്കാരെല്ലാവരും ഹുഡി ഇട്ടിട്ടാ. അപ്പോൾ നമ്മളങ്ങനെ വിക്ടർ ഹാർബറിൽ വന്നു. പക്ഷേ ഇന്ന് ഹോളിഡേ ആയതുകൊണ്ട് നല്ല തിരക്കാണ്. അപ്പോൾ പാർക്കിംഗ് വെച്ച് പാടാൻ ഇച്ചിരി ദൂരെ കൊണ്ടുപോയി പാർക്ക് ചെയ്തത്. നടന്ന് വേണ്ട നല്ല രസമുള്ള മരങ്ങളും. ഈ മരം നോക്കിയാൽ ഫ്രണ്ടിലുള്ള മരം നല്ല രസമല്ലേ ഇത് കാണാൻ? ഞാനവിടെ അതിൻ്റെ മേളിൽ കയറി നിന്ന് കഴിഞ്ഞാൽ ആ കടലിൻ്റെ അങ്ങ് വരെ കാണാൻ തോന്നും. ഇതടച്ചു വെച്ചു. നല്ല രസമായിട്ട് മരങ്ങളൊക്കെ നോക്കി. ഇത് മറ്റേ കാറ്റാടി ഇതാണ് അല്ലെന്ന് തോന്നല്ലേ? പൈൻ മരങ്ങളുടെ പോലെ തന്നെ ഉള്ളൊരു സെറ്റപ്പാണ്. ആ സൈഡ് ഫുള്ള് ഭയങ്കര വലിയ കടലാട്ടോ. അങ്ങനെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. കൂടുതലും ഇന്ത്യക്കാരാണ് തോന്നുന്നു കൂടുതൽ. അതിവിടെ ഉണ്ട് കേട്ടോ. അവിടേക്ക് ഇത് കാണുന്നു. ആ ഊഞ്ഞാലൊക്കെ ഉള്ളതല്ലേ? ആ അതെ. ഞാൻ പെട്ടെന്ന് സുട്ടു ഇരിക്കാന്ന് വിചാരിച്ചു. സുട്ടുവിൻ്റെ പോലെ മുഖം. ഇതിലെ പോണോ അതിലെ പോണോ? എന്നാ അങ്ങോട്ട് പോവാ. അങ്ങോട്ട് കിടക്കാൻ പോയോ? രണ്ടുപേരെ പല തന്നെ. ആ ഇവിടെ കിട്ടാഞ്ഞ് നന്നായിട്ടോ. തണുപ്പ് ഇവിടെ വന്നപ്പോ ഒരു കാറ്റുണ്ട്. കാറ്റുള്ള കാരണം കൊണ്ട് തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവിടെ പോണ്ട, ഇവിടെ വരെ ഉള്ളത്. ആ അതെ, അതുമേകൂടെയാണ് അങ്ങ് പോണത് കേട്ടോ. വലിയ പാലത്തുമേകൂടെയാണ് നമ്മൾ ക്രോസ് ചെയ്ത് ആ ഐലൻഡിലോട്ട് പോണത് കേട്ടോ. അത് കണ്ടോ, അതൊരു ഐലൻഡാണ് കണ്ടോ. നമുക്ക് അതിന് ചുറ്റും കടലാ. അവിടേക്ക് നമ്മൾ പോകണം. അവിടെ കുതിരവണ്ടി ഉണ്ട്. നമുക്ക് അങ്ങോട്ട് പോകാം. ഇവിടെ നിന്ന് കഴിവ് കളയുണ്ടാവാ. ബയോ നമുക്ക് അതിലെ കയറി ആ ഐലൻഡിൽ പോയിട്ട് ഐലൻഡിൽ കൂടെ ഇങ്ങനെ നടന്ന് അങ്ങ് അപ്പുറത്തേക്ക് പോകാമെന്ന് എനിക്ക് തോന്നുന്നു. ഐലൻഡിലേക്ക് പോണത് ഇതിലാന്ന് എനിക്ക് തോന്നുന്നു. ഇതിൽ ചെന്നിട്ട് പാലത്തുമ്പോട്ടാണ്. ഇത് ഐലൻഡിലോട്ട് പാലത്തുമേലേക്ക് എത്താമെന്ന് എനിക്ക് തോന്നുന്നു. കണ്ടോ അവിടെയൊക്കെ ആൾക്കാരുണ്ട്. അതിൻ്റെ മുകളിൽ ആ മലയുടെ മുകളിൽ കണ്ടോ. അതാണ് ഇവിടെ എൻ്റെ കാര്യം. അതാണ് അത് നോക്കി ഇതിൻ്റെ ഇത്. അതെ, ഈ ട്രെയിനാട്ടോ ഇവിടെ ഉള്ളത് മനു. ഈ ട്രെയിൻ ഇത് കുതിര വലിച്ചിട്ട് പോണതാണ്. ആ പാലത്തിൻ്റെ അവിടെ സ്റ്റാർട്ട് ചെയ്യും കുതിരവണ്ടി. നമുക്ക് പോയി നോക്കാം കുതിരവണ്ടി. ഇതാണ് അതിൻ്റെ പഴയ പാലം. ഇതിപ്പോൾ പുതിയ പാലമാണ്. ഇവർ രണ്ടുപേരും മാറി മാറിയാണ് വലിക്കണേ. നമുക്ക് ഇതിൻ്റെ ടിക്കറ്റ് എടുക്കുന്നത് എവിടെയാന്ന് നോക്കാം. വീഡിയോ പിടിച്ചാട്ടോ അതിൻ്റെ. ടിക്കറ്റ് എടുക്കുന്നത് അതിൻ്റെ അകത്ത് എവിടെയാണ്. ആൾക്കാർ നടന്നു പോകുന്നുണ്ട് കേട്ടോ. ഇത് പക്ഷെ കുറേ സമയം. ഇതിപ്പോൾ വന്നു. ഇനിയിപ്പോൾ പോണവര് ഹോൾസ് വർക്കിംഗ് ധാനാ. എന്നാ സൈസ് കുതിര നോക്കല്ലേ. അടിപൊളി. അവിടെ ഒരു നെയ്യ് വെച്ചിട്ടുണ്ടോ? നല്ല സൈസല്ലേ. ഇനി ഇതിനെ മറ്റേ ഇതിനയച്ചു കൊണ്ടും ഒരേ ട്രിപ്പിന് ഓരോ കുതിര ഓരോ ഇതിന് മാറി മാറിയാ. ഞാൻ അവനെ അയച്ചിട്ട് പോകും. വീഡിയോ പിടിച്ചാ വേണ്ടോ. ഇതിപ്പോൾ ചേഞ്ച് ചെയ്യാണ് വണ്ടിയിലേക്ക്. ഈ കുതിരാനെ ഇവിടെ നിർത്തിയിട്ട് ഞാൻ അടുത്ത കുതിരാനെ കൊണ്ടുപോകും. ഇതിൻ്റെ പേരാണ് ഇതുണ്ടോ, സ്കോട്ടി ബർണി. അതെ, മുടി കെട്ടി വെച്ചാണ് എനിക്ക് മണമുണ്ട്.
ഇതിൽ ഇപ്പുറത്തെ ഇവിടെയും ഇറങ്ങാൻ പറ്റില്ല, ചെളിയാ. അതായത് തീരെ വന്നത് കണ്ടോ, ചെളിയായിട്ട് അവന് ഭയങ്കര ചണ്ടിയുടെ സ്മെല്ല്. അത് ഇവിടെ ചില ഇളകിയതുകൊണ്ടാണ് ആ ചണ്ടിയുടെ മുടം വന്നത്. ഓ കുട്ടി എടുത്തില്ലെങ്കിൽ ഞാൻ പെട്ടാനായിട്ടൊന്ന്. വലിയ തരയാട്ടാണ്. ആ അതിപ്പോ കരയിലേക്ക് പോകണമെന്നില്ലേ, കാറ്റ് എവിടേക്കാണോ അവിടേക്കല്ലേ തര പോവാ. ഓ ഇതിനകത്ത് എത്രയാന്ന് എഴുതിയിട്ടില്ല. ഇത് ബിഗ് ഡാക്ക് എത്രയാന്ന് ഇതൊക്കെ ആ മലയുടെ മുകളിൽ ആൾക്കാർ നോക്കിയേ. നമുക്ക് അവിടേക്ക് പോകണം കേട്ടോ, അന്ന് സൂം ചെയ്യ്. അയ്യോ മമ്മിയുടെ കൂല് നോക്കി. ആരും വീഡിയോ പിടിക്കുന്ന ആണല്ലോ, പിടിക്കാൻ പാടില്ലേ. ആരും വീഡിയോ പിടിക്കാറില്ല. ആ അതിൻ്റെ കാല് നോക്കി, കാലുമ്പോൾ നിറയെ രോമൊക്കെ ആയിട്ട് വേണ്ട. ഇത് വിക്ടർ ഹെർബൽ റാംപി, ഇത്രയേ ഉള്ളൂ. ഇത് അവിടെ പോയിട്ട് അങ്ങ് തിരിച്ചു. എന്നാ ബാ മേളിലോട്ട് പോവാം. മേളിലോട്ട് അവിടെ പോയി എന്തെങ്കിലും ഇല്ല. പക്ഷെ വാ നോക്കിയാടാ, അപ്പോൾ ഈ മരം നോക്കിയേ, നല്ല രസമല്ലേ അത്. ആഹാ നല്ല തണുപ്പ്. അത്യാവശ്യം നല്ല ഹൈറ്റിൽ വന്നല്ലേ. ഇപ്പോൾ താഴേക്ക് നോക്കിയാൽ നമ്മൾ വന്ന സ്ഥലമാണ് അവിടെ പാർക്ക് ചെയ്തിട്ട്. നല്ല രസമില്ലേ, നമ്മൾ നടന്നു വന്ന ആ ബ്രിഡ്ജാണ് ആ കാണുന്നത്. കാറ്റുണ്ട്, കാറ്റുള്ള നല്ല തണുപ്പുണ്ട്. പെൻഗിൻ്റെ പോലത്തെ ഒരു കിളികളുണ്ട്, അത് എന്ത് കിളിയാന്ന് അറിയത്തില്ല. ബായോ ഇതുണ്ടോ, നല്ല രസമല്ലേ, ഡിസൈൻ ചെയ്ത പോലെ. ഡാ ഇതാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ നിന്നാണെങ്കിൽ ആ താഴെ നല്ല ഇതായിരിക്കും. ഓ അവിടെ തന്നെയായിരുന്നു കാണാൻ പറ്റിട്ടോ. ഇവിടെ അത്രയും സുഖമല്ല. അത് റീസൺ എന്താ ഈ കാണിച്ചു വെച്ചേക്കുന്ന ഫോട്ടോ 4 പേര് എൻ്റെ ഇടയിൽ ഇല്ല. എൻ്റെ ചുറ്റി അങ്ങനെ പോകണം. ഇത് ഷോർട്ട് കട്ടാന്ന് തോന്നുന്നു വേഗം പോകാനായിട്ട്. ദൈവം 2 പേരും പോകുന്നു. അത് ഞാൻ പറഞ്ഞു. എന്തൊരു കഷ്ടപ്പെടും വരെ വന്നിട്ട്. ഇത് നല്ല രസമല്ലേ അത്. മുള്ളണോ? അല്ല, കാട്ടിക്കോടെ വരുന്ന ഒരു പ്രതീതി ഉണ്ട് അല്ലേ. കാട്ടിക്കോടെ ശരിക്കും കാട്. ഈ സാധനമാണ് നമ്മൾ പണ്ട് അത് അയ്യോ എന്നിട്ട് കിവിന്നാ. കിവി എന്ന് പറഞ്ഞൊരു ഫ്രൂട്ട് ഉണ്ട്. ഇത് ഇതിൻ്റെ ഉള്ളിൽ ഇഷ്ടം പോലെ ഉണ്ട്. നല്ല രസമുണ്ട് കേട്ടോ. ന്യൂ സ്വിറ്റ്സർലാൻഡൊക്കെ പോലെ ആ സൈഡ്.